എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്? കേന്ദ്ര ധനമന്ത്രിയെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി കാണുമ്പോൾ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടാണല്ലോ, അത് ജനപ്രതിനിധി അല്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അവർ ചോദിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമല്ലേ? കെ വി തോമസ് എന്ന് പറയുന്നത് കേവലം കെ വി തോമസ് ഒരു വ്യക്തിയല്ല, ജനപ്രതിനിധിയല്ല, എം പി എം എൽ എയും അല്ല. അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. ആ ഫാക്ച്വൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി വന്നാൽ മാത്രമേ അത് തരാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹം എന്തിനാണ് ഡൽഹിയിൽ ഔദ്യോഗിക ചുമതല വഹിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വെറും എന്താണ് ലൈസോൺ ഏജന്റ് മാത്രമാണോ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധി? അതുകൊണ്ട് സത്യത്തിൽ അത് നാണക്കേടായി പോയി, കേരളത്തിനാകെ നാണക്കേടായി പോയി എന്നാണ്. കാരണം കേന്ദ്ര ധനകാര്യമന്ത്രി ചോദിച്ച വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയാതെ പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് നല്ല ഹോംവർക്ക്, ഗൃഹപാഠം നടത്തി വേണമായിരുന്നു ആ കാര്യത്തെ സംബന്ധിച്ച് പോകാൻ. കാരണം ഗവൺമെന്റാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.